Hello everyone, welcome to the new video of Data Analytics. Today I am here to present a topic is related with what is moderating variable in research. First of all, introducing myself, I am Dr. Dishma Das MH, Assistant Professor and Head, Department of Commerce, ITSR, University of Calicut. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്താണ് മോഡറേറ്റിംഗ് വാരിയബിൾ. റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാരിയബിൾ ആണ് മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വാരിയബിളിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന ഒരു തേർഡ് വാരിയബിൾ ആണ് മോഡറേറ്റിംഗ് വാരിയബിൾ. അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം വൺസ് അഗെയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, we have to check what is the meaning of moderating variable. Moderating variable is a third variable that influences strength, directions and presence of relationship between independent and dependent variable. Moderating variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു third variable ആണ്. ഇത് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്, ഡയറക്ഷൻ ആൻഡ് പ്രസൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു തേർഡ് വാരിയബിൾ ആണ് മോഡറേറ്റിംഗ് വാരിയബിൾ എന്ന് പറയുന്നത്. Secondly, the interaction effect of independent and moderating variable helps to understand relationship between independent and dependent variable across different levels or situations or directions of third or moderating variable. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിളും മോഡറേറ്റിംഗ് വാരിയബിളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഇഫക്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ അത് ഡിഫറെന്റ് ലെവൽസിൽ പരിശോധിക്കാനും അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷനിൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ പരിശോധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റ് വാരിയബിളിനെ അതിൽ ഇൻഫ്ലുവൻസ് ആയി അല്ലെങ്കിൽ മോഡറേറ്റ് വാരിയബിളിനെ ആ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് മെഷർ ചെയ്യുന്നത്. And third meaning is it helps to identify specific conditions or context under which the influence of independent variable on dependent variable is stronger, weaker or even reversed. അതായത് ഏതൊക്കെ കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നത് അല്ലെങ്കിൽ വീക്ക് ആവുന്നത് അല്ലെങ്കിൽ റിവേഴ്സ് രീതിയിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മോഡറേറ്റിംഗ് വാരിയബിളിന്റെ സഹായത്തോടു കൂടി പഠിക്കാൻ പോകുന്നത്. മോഡറേറ്റിംഗ് വാരിയബിളിനെ നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടാം, ദാറ്റ് ഈസ് ഇന്ററാക്റ്റീവ് വാരിയബിൾ. നെക്സ്റ്റ്, it is important to consider potential moderators to gain a comprehensive understanding of the relationship under investigation. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മോഡറേറ്റേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്ങിനാണ്. നമ്മൾ നോർമൽ ആയിട്ട് എപ്പോഴും ഒരു ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് മെഷർ ചെയ്യുന്നത്. ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ആ ഫാക്ടേഴ്സിന്റെയും കൂടി ഇൻഫ്ലുവൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഈ മോഡറേറ്റിംഗ് വാരിയബിളിന്റെ ഇഫക്റ്റ് കൂടി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, moderation analysis is a statistical technique helps to uncover conditions under which relationship between independent and dependent variable is enhanced, diminished or altered by the presence of moderating variable. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മോഡറേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിമിനിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓൾട്ടേർഡ് ചെയ്യുന്നത്, എന്തിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എന്തിന്റെ പ്രസൻസോട് കൂടി? മോഡറേറ്റിംഗ് വാരിയബിളിന്റെ പ്രസൻസോട് കൂടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അനാലിസിസിനെ പറയുന്ന പേരാണ് moderation analysis. Next point, the purpose of identifying moderating variables is to help researchers better understand the complex relationship between variables and to provide more accurate prediction of outcomes in specific situation. ചില സാഹചര്യങ്ങളിൽ ഈ റിലേഷൻഷിപ്പ് ഇൻഡിപെൻഡന്റ് വാരിയബിളും ഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള കോംപ്ലക്സ് റിലേഷൻഷിപ്പിനെ കുറേ കൂടി മീനിങ് ഫുൾ ആയ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനും
അതുപോലെ തന്നെ അതിന് കറക്റ്റ് ആയി ആക്യുറേറ്റ് ആയ രീതിയിൽ ഒരു ഔട്ട്കം എന്താണെന്ന് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് മോഡറേറ്റിംഗ് വാരിയബിൾ കൂടുതലും സഹായിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, by identifying the conditions under which a relationship exists or change, researcher can develop more effective interventions and treatments. Moderating variable can also help to identify subgroups of individuals who may benefit more or less particular interventions or treatments. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഏതെങ്കിലും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ ഇടപെടലുകൾ വ്യത്യസ്തമായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാം. ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് വേരിയബിളിലും ഡിപെൻഡന്റ് വേരിയബിളിലും ചില ഇൻഡിവിജ്വൽസിന്റെയോ അല്ലെങ്കിൽ ചില സബ് ഗ്രൂപ്പുകളുടെയോ റിലേഷൻഷിപ്പ് വ്യത്യസ്തമായ രീതിയിൽ കാണിക്കാം. ചിലപ്പോൾ ജെൻഡർ വൈസ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ലെവൽ ഡിഫറൻസ് ആയിരിക്കാം. അങ്ങനെ വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വൈസോ ഈ ഒരു രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഈ മോഡറേറ്റിംഗ് വേരിയബിളിന്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ഒരു റിലയബിൾ ആയ റിസൾട്ട് കാണിക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ്സ് വെരി സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇൻ എ കോസൽ റിലേഷൻഷിപ്പ്, if x is the independent variable, y is the dependent variable, then z is the moderator variable that affects causal relationship of x and y. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോസൽ റിലേഷൻഷിപ്പിൽ, ഒരു കാരണം കണ്ടെത്തുന്ന ഒരു റിലേഷൻഷിപ്പിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അവിടെ z നെ നമ്മൾ മോഡറേറ്റർ വേരിയബിൾ അഥവാ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് സൂചിപ്പിക്കുന്നു. ദാറ്റ് അഫക്ട്സ്, അത് അഫക്ട് ചെയ്യുന്നത് എന്താണ്? ഈ എക്സും വൈയും തമ്മിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള കോസൽ റിലേഷൻഷിപ്പിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ആൻഡ് ദ മോഡറേറ്റർ വേരിയബിൾ ഈസ് ഫൗണ്ട് ടു ബി സിഗ്നിഫിക്കന്റ്. ആ ഒരു മോഡറേറ്റർ വേരിയബിളിന്റെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ ഫൗണ്ട് ടു ബി സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഈ ഒരു റിലേഷൻഷിപ്പിനെ, എക്സ് വൈ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒന്നുകിൽ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വീക്കനിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അതിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ്, വി ക്യാൻ സേ ദാറ്റ് when to use the moderating variable or what is the scenario behind the use of moderating variable. First of all, when there is complex relationship, ഒന്നാമത്തെ പോയിന്റ് പറയുന്നതാണ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ഉള്ള സാഹചര്യത്തിൽ. In situations where the relationship between two variables is complex, a moderate variable can help to clarify the relationship. അതായത് എക്സ് വാരിയബിളും വൈ വാരിയബിളും തമ്മിൽ ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ആ കോംപ്ലക്സ് റിലേഷൻഷിപ്പിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? മോഡറേറ്റിംഗ് വാരിയബിളിനെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് ജോബ് പെർഫോമൻസ്. രണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സും ജോബ് പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സ്ട്രെസ്സിനെ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ജോബ് പെർഫോമൻസിനെ ഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് എടുക്കാം. അവിടെ നമ്മൾ ഒരു മൂന്നാമത്തെ, ഒരു തേർഡ് വേരിയബിൾ ആയിട്ട് നമ്മൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫാക്ടേഴ്സിനെ പരിഗണിക്കാം? ജോബ് ഡിമാൻഡ് അനുസരിച്ച് സ്ട്രെസ്സിലും ജോബ് പെർഫോമൻസിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട്. ആൻഡ് സോഷ്യൽ സപ്പോർട്ടിനെ നമ്മൾ മോഡറേറ്റിംഗ് വേരിയബിൾ ആയി പരിഗണിക്കുമ്പോൾ സ്ട്രെസ്സിലും ജോബ് പെർഫോമൻസിലും മാറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്. ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ മോഡറേറ്റിംഗ് വേരിയബിൾ ആയി പരിഗണിക്കുമ്പോൾ ഇതിലുണ്ടാവുന്ന റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പിന് വളരെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു മോഡറേറ്റിംഗ് വേരിയബിളിനെ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, when there is a subgroup effect. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ഇഫക്റ്റും സബ് ഗ്രൂപ്പ് ഇഫക്റ്റും. അപ്പോൾ സബ് ഗ്രൂപ്പ് ഇഫക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? മോഡറേറ്റിംഗ് വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റും. In situations where the effect of one variable on another is stronger or weaker for certain subgroup of individuals, a moderating variable can be helpful. അപ്പോൾ സബ് ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. The relationship between exercise and weight loss may be stronger for individuals who are obese compared to individuals who are not obese. അപ്പോൾ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ടാണ്, രണ്ട് സബ് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഒബീസ് ആയ ആളുകളും അതുപോലെ തന്നെ നോട്ട് ഒബീസ് ആയ ആളുകളും. അവരുടെ കാറ്റഗറിയിൽ എക്സസൈസ് എങ്ങനെയാണ് വെയിറ്റ് ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ നമുക്ക് മോഡറേറ്റിംഗ് വേരിയബിളിന്റെ സഹായത്തോടു കൂടി സബ് ഗ്രൂപ്പ് ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഇഫക്റ്റ്. അതിനെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറയുന്നതാണ് when there is a need for tailored interventions, അതായത് അനുയോജ്യമായ ഇടപെടലുകൾ. In situations where the effect of one variable on another is different in different individuals,
A moderating variable can be useful for developing tailored interventions. For example, the relationship between diet and weight loss may be influenced by the individual's differences in genetic lifestyle. ഒരു വ്യക്തിയുടെ ജനറ്റിക് സ്റ്റൈലിലോ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈലിലോ ഉള്ള ചേഞ്ച് കാരണം കൊണ്ടായിരിക്കാം അയാളുടെ ഡയറ്റും വെയിറ്റ് ലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് ചിലപ്പോൾ വെയിറ്റ് ലോസ് സംഭവിക്കാതിരിക്കാം അല്ലെങ്കിൽ സംഭവിക്കാമായിരിക്കാം. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് സഹായിക്കുന്നു? മോഡറേറ്റിംഗ് വാരിയബിളിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് we can move for another example that is related with the relationship between. ഇവിടെ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ സാധിക്കും മോഡറേറ്റിംഗ് വാരിയബിളിന്റെ ഇൻഫ്ലുവൻസ്. The relationship between time study അല്ലെങ്കിൽ study time that is considered as an independent variable and academic performance അത് ഡിപെൻഡന്റ് വാരിയബിൾ ആണ്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ പഠന സമയവും അതിന്റെ ആ സ്റ്റുഡന്റിന്റെ തന്നെ അക്കാഡമിക് പെർഫോമൻസും ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ടൈം ആണ്, വൈ വാരിയബിൾ അക്കാഡമിക് പെർഫോമൻസ് ആണ്. ഇവിടെ നമ്മൾ ഒരു സെഡ് വാരിയബിളിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അഥവാ തേർഡ് വാരിയബിളിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രിയർ നോളേജ്. ഇൻ ദിസ് കേസ് മോഡറേറ്റിംഗ് വാരിയബിൾ മൈറ്റ് ഇൻഫ്ലുവൻസ് ഹൗ മച്ച് ദ സ്റ്റഡി അഫക്റ്റ് അക്കാഡമിക് പെർഫോമൻസ്. അല്ലെ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് മുന്നേ നോളേജ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രിയർ നോളേജ് ഉണ്ടായിരുന്ന വ്യക്തിക്ക് സ്റ്റഡി ടൈം ഒരുപാട് വേണമെന്നില്ല. അല്ലെ, നമ്മൾക്ക് ഒരുപാട് നോളേജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഓട്ടോമാറ്റിക്കലി അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവും. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി ദ പ്രിയർ എക്സ്പീരിയൻസ്. അതന്നെയാണ് ഇവിടെ മോഡറേറ്റിംഗ് വാരിയബിളിന്റെ സഹായം കൊണ്ട് പറയുന്നത്. ഇനി ഈ ഒരു പ്രിയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കാം? സ്റ്റഡി ടൈം കൂടുതൽ ആവശ്യമായി വരും. എന്തിനു വേണ്ടി? അക്കാഡമിക് പെർഫോമൻസിന് വേണ്ടിയിട്ട്. In this case, moderating variable might influence how much study time affects academic performance. Students with high prior knowledge may not be influenced by the study time as much as those with low prior knowledge. Now, നമ്മൾക്ക് എന്ത് പറയാം? ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് മാത്രം നോക്കാതെ, അതായത് സ്റ്റഡി ടൈമും ബെറ്റർ അക്കാഡമിക് പെർഫോമൻസും തമ്മിലുള്ള ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് മാത്രം നോക്കാതെ നമുക്കൊരു മോഡറേറ്റിംഗ് വാരിയബിളിന്റെ സഹായത്തോടു കൂടി വളരെ ആക്ച്വൽ ആയ അല്ലെങ്കിൽ വളരെ വാലിഡ് ആയ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കൂടി കിട്ടുന്നു. ദാറ്റ്സ് വി ക്യാൻ സേ ദാറ്റ് now instead of just saying more study time leads to better academic performance, the moderating variable to say the relationship between study time and academic performance is moderated by the level of prior knowledge. Next, another example കൂടി നമുക്ക് പറയാം. അതിൽ എങ്ങനെയാണ് ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ വാരിയബിൾസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ഹൈപ്പോത്തിസിസ്, പോസിബിൾ ഔട്ട്കം എന്നുള്ള രീതിയിൽ കുറച്ച് വിശദമായി പറയാം. ഇവിടെ നമ്മൾ ഡസ് ദ റിലേഷൻഷിപ്പ്, എന്താണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. Does the relationship between amount of exercise and mental well-being is based on the level of social support? അവിടെ നമ്മൾ എന്തെടുക്കുന്നു? എമൗണ്ട് ഓഫ് എക്സസൈസിനെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടും മെന്റൽ വെൽബീയിങ്ങിനെ ഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ട് എടുക്കുന്നു. ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട്. സോഷ്യൽ സപ്പോർട്ടിനെ മോഡറേറ്റിംഗ് വാരിയബിൾ അഥവാ സെഡ് വാരിയബിൾ ആയിട്ടും പരിഗണിക്കുന്നു. ഇവിടെ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് വാരിയബിൾസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഇസ് ദ എമൗണ്ട് ഓഫ് എക്സസൈസ് can be measured in hours per week. Dependent variable is the mental well-being, can be measured by using Likert scale or well-being scale. Then moderating variable is the level of social support, can be measured by categorical or continuous. Here it's categorical, therefore two categories are here, low and high. And hypotheses are main effect hypothesis ഉണ്ടാവും, moderation hypothesis ഉണ്ടാവും. Main effect hypothesis, there is significant relationship between amount of exercise and well-being. അവിടെ എന്തെന്നത്രേ നമ്മൾ പറയുന്നുള്ളൂ? ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് അവിടെ പറയുന്നത്. മോഡറേഷൻ ഹൈപ്പോത്തസിസിൽ എന്തും കൂടി പറയുന്നു? മോഡറേഷൻ വാരിയബിളിനെയും കൂടിയും അതിൽ പരിഗണിക്കുന്നു. The relationship between amount of exercise and mental well-being is moderated by the level of social support. ഇനി ഇതിന്റെ ഔട്ട്കം എങ്ങനെ വരാം? If the main effect is significant, അതായത് മെയിൻ ഹൈപ്പോത്തസിസിന്റെ റിസൾട്ട് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ it suggests that more exercise is associated with better mental well-being ആണെന്ന് പറയാം. If the moderation effect is significant, അതായത് രണ്ടാമത്തെ ഹൈപ്പോത്തസിസിന്റെ റിസൾട്ട് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ
It suggests that strength or direction of relationship between exercise and mental well-being differs depending upon level of social support. അതായത് social support കൂടുതൽ കിട്ടുന്ന ആളുകൾക്ക് എന്തായിരിക്കാം ഈ എക്സസൈസ് അവരുടെ മെന്റൽ വെൽബീയിങ്ങിനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. ഇനി സോഷ്യൽ സപ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവായി കിട്ടുന്ന ആളുകൾക്ക്, ലോ ലെവൽ സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ എക്സസൈസ് എത്ര കിട്ടിയാലും അവരുടെ മെന്റൽ വെൽബീയിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നതായിരിക്കാം പ്രഡിക്ഷൻ. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് what are the practical implications of moderating variable. First, understanding moderating variables had nuance to research findings. അതായത് നമ്മൾക്ക് വളരെ വൈവിധ്യമായ റിസർച്ച് ഫൈൻഡിങ്സുകൾ എഴുതാൻ പറ്റും. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് മാത്രമല്ലാതെ ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ നമ്മൾ എന്തായി കൊണ്ടുവരുന്നുണ്ട്, മോഡറേറ്റിംഗ് വാരിയബിൾ അഥവാ മോഡറേറ്റർ വാരിയബിൾ ആയിട്ട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ വിശദമായ രീതിയിൽ, വളരെ സൂക്ഷ്മമായ രീതിയിൽ റിസർച്ച് ഫൈൻഡിങ്സ് എഴുതാൻ സാധിക്കുന്നു. It helps avoid oversimplification of relationship by acknowledging that outcome may depend various factors. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പല ഫാക്ടേഴ്സുകളുടെ സഹായത്തോടു കൂടിയിട്ട് ഔട്ട്കമ്മിന് എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത് എന്നുള്ള വളരെ വിശദമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഫൈൻഡിങ്സ് എഴുതാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, the nuanced understanding is essential for making predictions and recommendations in more realistic and context specifying way. അപ്പോൾ ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഫൈൻഡിങ്സ് എഴുതാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വളരെ സിമ്പിൾ ആയിട്ട് പ്രഡിക്ഷൻസും റെക്കമെൻഡേഷൻസും എടുക്കാൻ സാധിക്കുന്നു. പ്രഡിക്ഷൻസ് ചെയ്യാനും റെക്കമെൻഡേഷൻസ് എഴുതാനും സാധിക്കുന്നു, അതും വളരെ റിയലിസ്റ്റിക് ആയ വേയിലൂടെ. Next, the role of moderating variable in research is to provide more nuanced and context dependent understanding of the relationship between independent and dependent variable. അത് നേരത്തെ പറഞ്ഞ പോയിന്റിനെ തന്നെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഡിപെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വളരെ കോണ്ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ വിശദമായ രീതിയിൽ, വളരെ സൂക്ഷ്മമായ രീതിയിൽ അതിനൊരു റിസർച്ച് ഫൈൻഡിങ്സ് എഴുതാൻ വേണ്ടി സാധിക്കുന്നു. And finally, incorporating moderate variable in research add depth, context and precisions to the investigation. നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന് വളരെ ഡെപ്ത് ആയ രീതിയിൽ, വളരെ കോണ്ടെക്സ്റ്റ്ഫുൾ ആയ രീതിയിൽ ആൻഡ് പ്രിസിഷൻ ആയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ഇറ്റ് എൻഹാൻസ് ക്വാളിറ്റി ആൻഡ് റെലവൻസ് ഓഫ് ഫൈൻഡിങ്സ്. നമ്മൾ കണ്ടെത്തുന്ന ഫൈൻഡിങ്സിന് വളരെ ക്വാളിറ്റിയുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ വളരെ അപ്രോപ്രിയേറ്റ് ആയ ഫൈൻഡിങ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. കോൺട്രിബ്യൂട്ടിംഗ് ടു എ മോർ റോബസ്റ്റ് ആൻഡ് കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് റിലേഷൻഷിപ്പ്. അല്ലെ, വളരെ കോംപ്രഹെൻസീവ് ആയ അണ്ടർസ്റ്റാൻഡിങ്ങിന് കൂടി ആക്യുറേറ്റ് ആയ റിസൾട്ട് എന്തുവഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, മോഡറേറ്റിംഗ് വാരിയബിളിന്റെ ഇൻഫ്ലുവൻസോട് കൂടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, what are the different types of moderating variable ആണ്. And first of all, categorical moderators. അതാണ് നമ്മൾ these moderators involves categories or groups. നമുക്കറിയുന്ന പോലെ തന്നെയാണ് കാറ്റഗോറിക്കൽ വാരിയബിൾ പറയുന്ന പോലെയാണ് ഇവിടെ കാറ്റഗോറിക്കൽ മോഡറേറ്റേഴ്സ്. നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം. സാധാരണ കാറ്റഗോറിക്കൽ വാരിയബിൾ പറയുന്ന പോലെ തന്നെയാണ് ജെൻഡർ, എത്നിസിറ്റി, എഡ്യൂക്കേഷൻ ലെവൽ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, മോഡറേറ്റർ വാരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാം. എന്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇൻഡിപെൻഡന്റ് വാരിയബിളിനെയും ഡിപെൻഡന്റ് വാരിയബിളിനെയും പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കാറ്റഗറിക്കൽ വാരിയബിളിന് നമ്മൾക്ക് എന്താ യൂസ് ചെയ്യാം, മോഡറേറ്റർ വാരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ് മോഡറേറ്റേഴ്സ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് മോഡറേറ്റേഴ്സ്. കണ്ടിന്യൂസ് വാരിയബിൾസ് സച്ച് ആസ് ഏജ്, ഇൻകം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ക്യാൻ ഓൾസോ ആക്ട് ആസ് മോഡറേറ്റേഴ്സ്. ഈ വാരിയബിളിന്റെ സഹായത്തോടു കൂടി ഈ റിലേഷൻഷിപ്പിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വാല്യൂവിൽ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് എത്രത്തോളം എക്സാക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് മോഡറേറ്റ് വാരിയബിളിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് പഠിക്കാവുന്നതാണ്. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏജ്, ഇൻകം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന കണ്ടിന്യൂസ് വാരിയബിൾ, ലിക്വിഡ് സ്കെയിലുള്ള ഐറ്റത്തിന്റെ ആവറേജ്, ടോട്ടൽ ഒക്കെ കണ്ടിന്യൂസ് വാരിയബിൾ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. Next, directional moderators. These moderators indicate the direction of the influence. For example, a moderator could affect the relationship between study time and academic performance positively for one group and negatively for another group. അതായത് എന്താണ് ഡയറക്ഷണൽ മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരു സബ് ഗ്രൂപ്പിനെ എത്രത്തോളം പോസിറ്റീവ് ഡയറക്ഷനിലാണോ അത് അഫക്ട് ചെയ്യുന്നത്, ഇനി മറ്റേ സബ് ഗ്രൂപ്പിനെ നെഗറ്റീവ് ഡയറക്ഷനിലാണോ അത് അഫക്ട് ചെയ്യുന്നത്, അങ്ങനെ ഡിഫറെന്റ് ഡയറക്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡറേറ്റേഴ്സിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സാധാരണഗതിയിൽ മോഡറേറ്റിംഗ് വാരിയബിളിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് റിഗ്രഷൻ
റിഗ്രഷൻ അനാലിസിസ്. അത് സിമ്പിൾ റിഗ്രഷൻ അനാലിസിസും മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസും ഉപയോഗിക്കാവുന്നതാണ്. ദെയറാഫ്റ്റർ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് സെമ്മിന്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ വിശദമായി അതിന്റെ പിക്ചറൈസേഷനോട് കൂടിയിട്ട് ആ ഒരു മോഡറേറ്റിംഗ് വാരിയബിളിന്റെ റിലേഷൻഷിപ്പും മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, let us wind up today's class regarding what is moderating variable. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മോഡറേറ്റിംഗ് വാരിയബിളിനെ കുറിച്ച് ഏകദേശം വേണ്ട കുറച്ച് ഐഡിയകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. And thank you for watching today's class. If you have any queries, please contact, please comment on the below session. And if you like, do subscribe for more videos. Thank you so much.